വൈഫിന്റെയും കുഞ്ഞിന്റെയും ഒപ്പമുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കുവാനായിട്ട് സൂചോൾ ശ്രമിക്കുമ്പോഴത്തേക്കും സൂചോളിന്റെ ഫാമിലിക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നും ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ കുറിച്ച് പിന്നീട് പുറത്തിറങ്ങുന്നതായിരിക്കുമെന്നും പറഞ്ഞ് സൂചോളിന്റെ വൈഫ് അതിന് തടയുകയാണ്. ഒരു വലിയ ഇൻവെസ്റ്ററിന്റെ കാര്യം കൂടി സൂചോളിന്റെ വൈഫ് സൂചോളിനെ അറിയിക്കുകയാണ്. അയാളാകട്ടെ ഒരുപാട് പണമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ട്രില്യൺ ബില്ലേഴ്സിന്റെ ഗ്രൂപ്പിലൊക്കെ എത്തിയതിനു ശേഷം ആ ഒരു ഗ്രൂപ്പിലെ ആൾക്കാർക്കും വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുവാനായിട്ടും അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമായിരുന്നു അവളും പറയുന്നത്. ഹെയ്ൻ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഒക്കെയാണല്ലോ ഉള്ളത്. അവിടെ ആകട്ടെ പല പല ബ്രാൻഡ്സും ഉണ്ട്. ഹെർസൈന എന്ന പേരുള്ള മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിനെ തന്റെ സ്റ്റോറിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഹെയ്ൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഡേവിഡ് കാരണമാണ് കൊറിയയിൽ ഇതേ ബ്രാൻഡിന്റെ ലോഞ്ച് പോലും നടക്കുന്നത്. ഹെയ്നും അയാളെ കണ്ടുമുട്ടുവാനായിട്ടാണ് ലോഞ്ചിനൊക്കെ പോയിട്ടുള്ളതെന്ന കാര്യം കൂടി വൈഫ് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവളെയും കാണിക്കുന്നു. ഹെയ്ൻ ഉള്ളതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ ഒക്കെ ഉടമസ്ഥയാണ് ഏന. തന്റെ സ്റ്റോറാണ് ഏറ്റവും മികച്ചതെന്ന രീതിയിലാണ് ഏന സംസാരിക്കുന്നത്. മാത്രമല്ല ഹെൽസാനയുടെ ബ്രാൻഡൊക്കെ തന്റെ സ്റ്റോറിലേക്ക് കൊണ്ടുവരുവാനും ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഹെയ്നെ അറിയിക്കുന്നു. ഞാനും അതിന് തന്നെ എത്തിയതാണെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഒരു ടിപ്പ് എന്ന രീതിക്ക് ഞാൻ ഒരു കാര്യമൊക്കെ അവളുടെ അടുത്ത് പറയുകയാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും സക്സസ് ആകുകയുള്ളൂ എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും അവരുടെ ലവറിനെയോ അല്ലെങ്കിൽ അവരുടെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ അതുമല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലുള്ള ആരെങ്കിലോ കൂട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുമുള്ളത്. പക്ഷെ ഹെയ്ൻ മാത്രമാണ് ഒറ്റയ്ക്ക് എത്തിയിട്ടുമുള്ളത്. നിനക്ക് പറയാനായിട്ട് ഒരു ഫ്രണ്ട് പോലും ഇല്ല എന്ന സത്യം അയാൾ ഉടനെ തന്നെ മനസ്സിലാക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫറൊക്കെ എന്നേക്കുമായിട്ട് നിന്റെ അടുത്ത് നിന്നും ഇല്ലാതാകുന്നതായിരിക്കുമെന്നും ഏന പറയുന്നു. ഹെയ്നും ആലോചിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഏന പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. അങ്ങനെയിരിക്കെ ഹസ്ബൻഡിനെ അവൾ വിളിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ഇപ്പോൾ കോടതിയിലാണെന്നൊക്കെ മറുപടിയും നൽകുന്നു. നിന്റെ ഹസ്ബൻഡ് കോടതിയിലാണെന്നൊക്കെ കള്ളം പറയുന്നതാണെന്നായിരുന്നു ഏനയും അവളോട് പറയുന്നത്. നിന്റെ ഹസ്ബൻഡ് നിന്റെ പണം മാത്രം കണ്ടിട്ടായിരുന്നു നിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നതെന്നും ഉടനെ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആകുന്നതായിരിക്കുമെന്നും പല രീതിയിലുള്ള റൂമേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം നിലക്കൊക്കെ പറ്റിയ ഒരാളെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ഒരു റൂമേഴ്സ് ഒന്നും തന്നെ നിനക്ക് കേൾക്കേണ്ടിയും വരികയില്ലായിരുന്നു. ഇപ്പോൾ നീ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുമുള്ളത്. നീ പണ്ട് ഉൻസെങ്ങിനെ വിവാഹം കഴിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരികയില്ലായിരുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് അവനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു എന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. അപ്പോൾ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആളുടെ റൈറ്റ് ഹാൻഡ് ആണ് ഉൻസ്യോങ്. അയാളുടെ ഫിനാൻസും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കി നടത്തുന്നത് ഉൻസ്യോങ് ആണ്. അതുകൊണ്ട് തന്നെ ഉൻസ്യോങ് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഹെർസൈൻ എന്ന ബ്രാൻഡൊക്കെ നിന്റെ സ്റ്റോറിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിച്ചേനെ എന്ന കാര്യം കൂടി അവളെ അറിയിക്കുന്നുണ്ട്. കൊറിയയിൽ വന്നിട്ട് നീ എന്തുകൊണ്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതെന്ന് ഹെയ്ൻ ഉൻസ്യോങ്ങിനോട് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ ഇനി ഒരിക്കലും കോണ്ടാക്ട് ചെയ്യരുതെന്നായിരുന്നു അവസാനമായിട്ട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഉൻസ്യോങ്ങും ഓർമ്മിപ്പിക്കുന്നു. നീ പരിധിക്ക് കടന്നത് കൊണ്ടായിരുന്നു ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അവളും ഓർത്തെടുക്കുന്നുണ്ട്. ഹെർസൈനയുടെ ബ്രാൻഡ് എന്റെ ആണോ ഏനയുടെ ആണോ കമ്പനിയിലേക്ക് എത്തുക എന്ന ഒരു തർക്കത്തിലൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നീ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് എന്റെ കമ്പനിയിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളെ കുറിച്ചുള്ള പണ്ടത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ അങ്ങനെ ഓർത്തിരിക്കുന്നില്ല. നമ്മൾ ബ്രേക്കപ്പ് ആയെന്നൊക്കെ നീ അങ്ങ് വിചാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. ഹെർസൈനയുടെ ആളാകട്ടെ ഓരോരോ ആൾക്കാരെ പരിചയപ്പെട്ട് വരികയാണ്. ഹെയ്നും ആ ഒരു ലൈനിലൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അവൾ മാത്രമായിരുന്നു ഒറ്റയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ഹ്യുനുവിന് മെസ്സേജ് അയച്ചുകൊണ്ട് അവൾ നിൽക്കുമ്പോഴത്തേക്കും ലൈന്റെ ഇടയ്ക്കായിട്ട് മറ്റു ചിലരൊക്കെ വരികയും അവളെ തള്ളുകയും ചെയ്യുന്നു. പക്ഷെ അവൾ വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ ഹ്യുനുവും അവളെ പിടിച്ച് ലൈനിലൊക്കെ നിർത്തുകയാണ്. ഞാൻ കോടതിയിൽ കേസിന്റെ കാര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും നിനക്ക് വേണ്ടി വേഗം കേസൊക്കെ തീർത്തിട്ട് വിജയിച്ചിട്ടാണ് മടങ്ങി വന്നിട്ടുള്ളതെന്ന് ഹ്യുൻവുവും അവളെ അറിയിക്കുന്നു. അങ്ങനെ അയാളും ഹെയ്നെയും ഹ്യുൻവുവിനെ ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. ഹ്യുൻവുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവൻ ശരിക്കും ഹാൻസം ആണെന്നൊക്കെ അയാളും പറയുന്നു. ഹസ്ബൻഡ് ഒക്കെ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹെയ്നും ഇപ്പോൾ ഹാപ്പിയാണ്. അവളും ഏനനെ കാണുവാനായിട്ടൊക്കെ ചെല്ലുന്നു. ഒന്നുമില്ലെങ്കിലും എന്റെ ഹസ്ബൻഡ് വളരെയധികം ഹാൻസം ആണല്ലോ, നിന്റെ ഹസ്ബൻഡിനെ പോലെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ ഹെയ്ൻ ഏനയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഏനയ്ക്കും അത് വല്ലാതെ ഫീൽ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ വളരെയധികം മോശമായിട്ടാണ് ഏനെ കാണുന്നതും. ഉൺസെങ്ങും ഇപ്പോൾ ഹിനുവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഉൺസെങ് ഓരോരോ പ്രശ്നം ഉണ്ടാക്കുവാൻ എന്ന രീതിയിലാണ് ഹ്യുൻവുവിനോട് സംസാരിക്കുന്നത്. പണ്ട് ഞാനും ഹെയ്നും നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഹ്യുൻവുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവൾ അങ്ങനെ ആരുമായിട്ട് കുറെ കാലത്തേക്ക് റിലേഷൻഷിപ്പിലൊന്നും ഇരിക്കാറില്ല. എന്തായാലും കണ്ടതിൽ സന്തോഷമെന്ന് അവനും അറിയിക്കുന്നു. ഹ്യുൻവുവിന് അതൊന്നും പ്രശ്നമില്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് കൂടി ഉൻസെങ് പറയുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴത്തേക്കും
ആണോ എന്ന് മാത്രമായിരുന്നു അവന്റെ മറുപടി. ഇങ്ങനൊരു മറുപടി പറയണമെങ്കിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാക്കും. ഒന്നെങ്കിൽ നീ അവളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, അല്ല എങ്കിൽ അതൊന്നും നിനക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമല്ല. ഇതിലേതാണ് ശരിക്കുമുള്ള കാര്യം എന്നൊക്കെ ഉൻസങ്ങും ചോദിക്കുന്നു. ഉൻസങ് പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഇഷ്ടമില്ല എന്ന കാര്യം ഇവൻ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നായിരുന്നു ഹ്യുൻവുവും ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഉൻസങ് പറഞ്ഞത് ഓർക്കുന്ന അവനാകട്ടെ, അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അവൻ കഷ്ടപ്പെട്ട് അവളെ വിവാഹം കഴിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ ജീവിതം തകരുകയില്ലായിരുന്നു. അവൻ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതൊക്കെ അവൻ നേരത്തെ പറയേണ്ട കാര്യമല്ലായിരുന്നു എന്നൊക്കെ ഹ്യുൻവുവും ആലോചിക്കുന്നു. പക്ഷെ അവൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും ഒണിസ്യോങ്ങും ഹെയ്നും കൂടി സംസാരിച്ചു നിൽക്കുന്നതൊക്കെ ആയിരുന്നു അവൻ കാണുന്നത്. എനയുടെ ഹസ്ബൻഡും ഇവിടെ എത്തിയ ആളുകളിൽ പകുതിയോളം ആൾക്കാരും ഉൺസ്യോങ്ങിനെ കാണുവാനായിട്ടാണ് എത്തിയിട്ടുള്ളതെന്നൊക്കെ അവന്റെ അടുത്തും പറയുന്നുണ്ട്. ഹെയ്ന് ഉൺസ്യോങ്ങിനെ പരിചയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഒരേ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇവിടെയുള്ള ചെയർമാനെയോ അല്ലെങ്കിൽ അമ്മേനെയോ കൂട്ടിക്കൊണ്ടായിരുന്നില്ലേ ശരിക്കും അവൾ അയാളെ കാണുവാനായിട്ട് പോകേണ്ടിയിരുന്നത്. പക്ഷെ അവൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവൾ നിങ്ങൾക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രീസ്കോയും അമ്മയോട് സംസാരിക്കുന്നു. നിങ്ങളുടെ കൂടെ എന്നെ നിങ്ങൾ കൂട്ടാതിരുന്നതിലും നിങ്ങളായിട്ട് എന്റെ വിവാഹം നടത്താതിരുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ആയിരുന്നു ഹെയ്നും അവിടെ എത്തുമ്പോൾ പറയുന്നത്. നമ്മൾ ഫാമിലി ഹണ്ടിങ് നടത്തുന്ന സമയത്ത് ഉത്സവനെ കൂട്ടിക്കൊണ്ട് നീ എത്തണമെന്ന് അമ്മ പറയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തനിക്ക് എന്ത് ഗുണമായിരിക്കും ഉണ്ടാക്കുക എന്ന് ഹെയ്നും ചോദിക്കുന്നു. നേരത്തെ ബിൽഡിംഗ് ഒക്കെ പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഹെയ്നെതിരായിട്ട് അമ്മ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കേസ് ഇല്ലാതാക്കുന്നതായിരിക്കുമെന്ന് അമ്മയും അവളെ അറിയിക്കുന്നു. അങ്ങനെ ഉത്സവനെയും കൂട്ടിക്കൊണ്ട് ഹെയ്ൻ എത്തുകയാണ്. പക്ഷെ ഇടയ്ക്കാകട്ടെ ഹ്യുൻവൂൻ എന്തോ ഒരു കാര്യമൊക്കെ അവളോട് പറയുവാനായിട്ടുണ്ടായിരുന്നെങ്കിലും ഉത്സവം അതിനിടയ്ക്ക് അവളോട് രഹസ്യം പറയുന്നതൊക്കെ അവനും ശ്രദ്ധിക്കുന്നു. മുത്തച്ഛനും ബാക്കിയുള്ള ആളുകളുടെ ഗ്രൂപ്പും കൂടി ഉത്സവനെ കാണുവാനായിട്ടും എത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഹ്യുൻവോ ചെല്ലുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഉൺസ്യങ് അവരുടെ കൂട്ടത്തിലെ ഒരാളായി മാറുകയും ഹ്യുൻവോ ഒറ്റപ്പെടുകയും ചെയ്യുന്നു. ഓരോ ആൾക്കാർക്കും പോകുവാനുള്ള മാപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എത്ര കാക്കേനെ വേണമെങ്കിലും പക്ഷികളെ വേണമെങ്കിലും വെടിവെക്കുവാനുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്. കാട്ടുപന്നികളെയും മാനയും മറ്റുമാകട്ടെ ഒരാൾക്ക് 5 എണ്ണത്തെ വീതം കൊല്ലുവാനായിട്ടും സാധിക്കും. മൃഗങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ പരസ്പരം വെടിവെക്കുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും ഓരോരോ സ്ഥലങ്ങളും നിർണയിച്ചു വെച്ചിട്ടുണ്ട്. വ്യോമിച്ച തോക്കുമായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും സൂചോളും ആന്റിയുടെ കയ്യിൽ തോക്കൊന്നും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആന്റി ആകട്ടെ മനുഷ്യരെ കൊല്ലുവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് ആന്റി ആയിട്ടുള്ള വ്യോമിച്ചയും അവിടെ നിന്നിട്ടുണ്ടായിരുന്ന മുത്തശ്ശന്റെ ഗേൾഫ്രണ്ടിന്റെ നേരെ തോക്കും ചൂണ്ടുന്നു. മുത്തശ്ശൻ കാക്കേനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു കാക്കയ്ക്കിട്ട് അത് കൊണ്ട് കാണുമെന്നൊക്കെ പറയുകയും ബാക്കിയുള്ള ആൾക്കാരും കൊണ്ടിട്ടുണ്ടെന്നൊക്കെ ഉറപ്പ് പറയുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കാക്കയ്ക്കിട്ടൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹ്യുൻവു മാത്രമായിരുന്നു അത് ഒന്നിനിട്ടും കൊണ്ടിട്ടില്ല എന്ന കാര്യമൊക്കെ തുറന്നു പറയുന്നത്. സൂചോളും ഇതിനു മുമ്പ് പല തവണയായിട്ട് ഹ്യുൻവുനെയും കൂട്ടിക്കൊണ്ട് ഹണ്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കൽ പോലും അവൻ ഒന്നിനെയും ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം കൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ സൂചോളും ഹ്യുൻവുനെ കളിയാക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാമിനയുള്ള ആളായിരിക്കും ഏറ്റവും നന്നായിട്ട് ഹണ്ടിങ് ഒക്കെ നടത്തുക. മുത്തശ്ശൻ അതൊക്കെ മനസ്സിലാക്കുവാനായിട്ടാണ് ഓരോ വർഷവും ഇങ്ങനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോകുന്നതും. മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ ആയിരിക്കും മുത്തശ്ശനും കൂടുതൽ നന്നായിട്ടൊക്കെ കാണുക. ഇതുവരെ ഞാൻ പിടിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള മൃഗങ്ങളെ എല്ലാം തന്നെ ഞാൻ കൊല്ലുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഹെയ്ൻ ഓടുമ്പോഴത്തേക്കും ഹെയ്ന്റെ പിറകെ ആയിട്ട് തന്നെ ഹ്യുൻവുവും പോകുന്നു. ഗ്രേസ്കോയും ഒരു മാപ്പൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ്. മാത്രമല്ല ഒരാളോട് സംസാരിക്കുകയും ചെയ്യുന്നു. മാപ്പിലുള്ള ഒരു സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റൊരു ഏരിയയും കാണിക്കുകയാണ്. അവിടെ ആവട്ടെ അപകടകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ തടഞ്ഞുകൊണ്ടുള്ള ഒരു നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഭാഗത്താകട്ടെ ഒരു വലിയ തുളയുമുണ്ട്. വന്യമൃഗങ്ങളെ അട്രാക്ട് ചെയ്യാനെന്ന രീതിയിൽ അവിടെ കുറെ അധികം ഫുഡും കിടക്കുന്നു. ഹെയ്നും ഇപ്പോൾ മൃഗങ്ങളെ പിടിക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. ഹെയ്നെ കാണാതെ ഹ്യുൻവു അവളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു അനക്കമൊക്കെ കേൾക്കുന്നു. ഉൻസിങ്ങും ഹ്യുൻവുവും പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. പിന്നീട് അടുത്തുള്ളത് മൃഗങ്ങളല്ല എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവരും തോക്ക് താഴ്ത്തുന്നു. നിനക്ക് മാപ്പിൽ തന്നിട്ടുള്ള സ്ഥലത്ത് മാത്രം വേണം നീ ഹണ്ടിങ് ഒക്കെ ചെയ്യുവാൻ, അല്ലാതെ ഇവിടെ ഹണ്ടിങ് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് ഹ്യുൻവു പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു മാനിനെയൊക്കെ ലക്ഷ്യമാക്കി തോക്ക് ചൂണ്ടി അവനും നിൽക്കുന്നു. പക്ഷേ ഉൺസ്യോങ് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഹ്യുൻവുവും മുകളിലേക്കൊക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു മാനിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. മറ്റൊരാളുടെ സ്ഥലത്ത് വന്ന് മൃഗങ്ങളെ വേട്ടയാടുവാനും പാടില്ല എന്നാണ് അവൻ അറിയിക്കുന്നത്. ഹെയ്നും ഷൂട്ട് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവൾക്കൊരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൈകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന രീതിയിൽ മഞ്ഞുള്ള ഒരു സ്ഥലത്താണ് താൻ നിൽക്കുന്നതെന്ന രീതിയിലൊക്കെ അവൾക്ക് തോന്നുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ പോലും അവൾക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ വലിയൊരു കാട്ടുപന്നിയും അവളുടെ അടുത്തേക്കൊക്കെ ഓടി വരികയാണ്.
ഹ്യുൻവാന്റെ ഒപ്പമുള്ള ഓരോരോ നിമിഷങ്ങളും അവൾ അപ്പോൾ ഓർത്തു പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ പകച്ചു നിൽക്കുമ്പോഴത്തേക്കും ഹ്യുനുവ അതിന് ഇടയ്ക്കായിട്ട് വന്നിട്ട് ആ ഒരു കാട്ടുപന്നീനെ വെടിവെച്ചിടുന്നു. അങ്ങനെ ഹ്യുനുവു ഹെയ്നെ രക്ഷിക്കുന്നു. പിന്നീട് മറ്റൊരു സീൻ കൂടി കാണിക്കുകയാണ്. ഹ്യുനുവും തനിക്ക് ഹെയ്നെ ഇഷ്ടമാണെന്നൊക്കെ വീട്ടിൽ തുറന്നു പറഞ്ഞ സമയത്ത് നമ്മൾ തന്നെ അത്യാവശ്യം കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിക്കുന്നത്. നീ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് പണക്കാരായിട്ടുള്ള ഒരു മരുമകളെ വേണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവൾ ഒരിക്കലും നമ്മളെക്കാളും പാവങ്ങളായിരിക്കരുത്. അവളുടെ ജോലിയൊക്കെ ഉടനെ പോകുവാനായിട്ട് സാധ്യതയുണ്ടെന്നല്ലേ നീ പറഞ്ഞത്. അങ്ങനെയിരിക്കെ ഒരാൾ മാത്രം ജോലി ചെയ്ത് എങ്ങനെയാണ് കുടുംബമൊക്കെ നോക്കുവാനായിട്ട് സാധിക്കുക? നിനക്ക് ഒരു രീതിയിലും പണം സേവ് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. നീ മറ്റാരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ആയിരുന്നു വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹിനുവ ആകട്ടെ മറ്റൊരു കാര്യമാണ് അച്ഛനോടൊക്കെ പറയുന്നത്. ഞാൻ എപ്പോഴും അവളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് അവൾ എപ്പോഴും തുളകളുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത്? എന്തുകൊണ്ടാണ് അവൾ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ചവിട്ടുന്നത്? അവളെ സീനിയേഴ്സ് വഴക്ക് പറയുമോ? ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പോലും ഞാൻ അവളെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചതും. ആ ഒരു ഫുഡൊക്കെ അവൾക്കും കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളില്ലാതെ ജീവിക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ ഹ്യുനുവ പറയുമ്പോഴത്തേക്കും അമ്മയും അവളെ വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതായിരിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഹിനുവും പറയുകയാണ്. ആ ഒരു സീനോടുകൂടി ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.